പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സർക്കിളിൻ്റെ പുറത്ത് നിന്ന് സർക്കിളിലേക്ക് 2 ടാൻജൻസ് വരയ്ക്കാമെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ 2 ടാൻജൻസിനും ഒരേ ലെങ്ത് ആണെന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇൻ ദി ഫിഗർ PA ആൻഡ് PB ആർ ടാൻജൻസ്. Prove that OP is the perpendicular bisector of AB. PA എന്ന് പറയുന്നത് ടാൻജൻ്റാണ്, PB എന്ന് പറയുന്നത് ടാൻജൻ്റാണ്. AB എന്ന് പറയുന്ന ഈ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് OP എന്ന് പ്രൂവ് ചെയ്യണം. O is the center of the circle. അതായത് സർക്കിളിൻ്റെ പുറത്തുള്ള പോയിൻറ്റും സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ലൈൻ കോഡ് AB-യുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു പ്രൂവ് ദാറ്റ് Q ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് AB ആൻഡ് ദിസ് ആംഗിൾ PQA ഈസ് 90 degree or PO ഈസ് പെർപെൻഡിക്കുലർ ടു AB. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു പ്രൂവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് Q മിഡ് പോയിൻ്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലൈൻ ജോയിനിങ് സെൻറ്റർ ടു ദി മിഡ് പോയിൻ്റ് ഓഫ് ദി കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ Q മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ Q മിഡ് പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വി നീഡ് ടു പ്രൂവ് AQ ഈസ് ഈക്വൽ ടു BQ. AQ എന്ന ഡിസ്റ്റൻസും BQ എന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ Q മിഡ് പോയിൻ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ സെൻറ്ററിൽ നിന്ന് കോഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ കോഡിന് പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. കോഡിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ മിഡ് പോയിൻറ്റിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലെറ്റ് us കൺസിഡർ ദി ട്രയാങ്കിൾ APO ആൻഡ് BPO. ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ we know that PA and PB are equal tangents from a point to a circle are equal, that we know. Also we know that AO is the radius, OB is the radius. Radius of the same circle are equal, so OBA and OA are equal. OB OA equal ആയി, PA PBക്ക് equal ആയി. ഇനി തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ PO കോമൺ ഫോർ ബോത്ത് ദി ട്രയാങ്കിൾ ആണ്. PO is common for both the triangle. So 3 sides of this triangle is equal to 3 sides of this triangle. അപ്പോൾ ആ 2 ട്രയാങ്കിളിനും ഒരേ ലെങ്ത്, സൈഡ്സിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് ഈക്വലായി. അപ്പോൾ വി ഗെറ്റ് ആംഗിൾ APO is equal to angle BPO because sides angles opposite to equal sides. ഇവിടെ OBയും OA ഈക്വൽ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടും. ഇത്ര ഒന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ആദ്യം PA ഈക്വൽ ടു PB, ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ആർ ഈക്വൽ, വി നോ. അടുത്തത് OA ആൻഡ് OB ആർ റേഡിയസ് ആർ ഈക്വൽ, വി നോ. അടുത്ത പോയിൻ്റ് PO ഈസ് കോമൺ, PO ഈസ് ദി കോമൺ സൈഡ് ഫോർ ബോത്ത് ദി ട്രയാങ്കിൾ. സോ ട്രയാങ്കിൾ എന്തെന്ന് കിട്ടും? സോ ബോത്ത് ദി ട്രയാങ്കിൾസ് ഹാവ് ഈക്വൽ സൈഡ്സ് എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 3 sides of this triangle and 3 sides of this triangle are equal. So both the triangles are equal. If the triangles are equal, we get angle APO is equal to angle BPO. അപ്പോൾ ആംഗിൾ APOയും BPOയും ഈക്വൽ ആണെന്ന് കിട്ടി. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ഇപ്പോൾ ഈക്വൽ ആണെന്ന് കിട്ടി. Now we consider triangle APQ and triangle BPQ. APQവും BPQവും ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ PA 2നും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. PQ കോമൺ സൈഡാണ്. ഈ 2 ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. APOയും അതായത് APOയും BPOയും ഈക്വൽ ആണ്. അപ്പോൾ APO എന്ന് പറഞ്ഞതിനാണ് APQ, BPO എന്ന് പറഞ്ഞതിനാണ് BPQ. അപ്പോൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ്. 2 sides and include angle of one triangle equal to 2 sides and include angle of another triangle. So triangles are equal.
അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വലാണ് എന്ന് കിട്ടും. അങ്ങനെ ആവുമ്പോൾ എ ക്യൂവും ബി ക്യൂ ഈക്വൽ ആവുമല്ലോ. കാരണം ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പോൾ എ ക്യൂ ഈക്വൽ ടു ബി ക്യൂ എന്ന് കിട്ടും. അപ്പോൾ എ ക്യൂവും ബി ക്യൂ ഈക്വൽ ആണ് എന്ന് കിട്ടി. അപ്പോൾ ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ക്യൂ മിഡ് പോയിൻ്റ് ആവുമ്പോൾ ലൈൻ ജോയിനിങ് സെൻറ്റർ ടു ദി മിഡ് പോയിൻ്റ് ഓഫ് ദി കോഡ് ഈസ് perpendicular to it we know. So OQ is perpendicular and Q is the midpoint. So OP is the perpendicular bisector of AB എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് എഴുതി നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ പി ക്യു ആൻഡ് ബി പി ക്യു. എ പി ഈക്വൽ ടു ബി പി നമ്മൾ പറഞ്ഞാണ്, കാരണം ലെങ്ത് ഓഫ് ദി ടാൻജൻസ് ഈക്വൽ. അടുത്ത് പറഞ്ഞു പി ക്യു കോമൺ സൈഡാണ്, അതും പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് എ പി ക്യു ഈസ് ഈക്വൽ ടു ബി പി ക്യു പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. മുകളിൽ എ പി ഒ ഈക്വൽ ടു ബി പി ഒ, അത് തന്നെയാണ് എ പി ക്യു ഈസ് ഈക്വൽ ടു ബി പി ക്യു എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കിട്ടി. ടു സൈഡ്സ് ഇൻക്ലൂഡ് ട്രയാങ്കിൾ ഈക്വലായി. സോ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ എ ക്യു ഈസ് ഈക്വൽ ടു ബി ക്യു. എ ക്യു എന്ന് പറയുന്നതും ബി ക്യു എന്ന് പറയുന്നതും ഈക്വൽ ആവും. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്. അങ്ങനെ ഈക്വലായപ്പോൾ ക്യൂ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി എന്ന് കിട്ടി. എ ബിയുടെ മിഡ് പോയിൻ്റാണ് ക്യൂ. അപ്പോൾ എ ബിയുടെ മിഡ് പോയിൻ്റ് ക്യൂ ആയപ്പോൾ ഒ ക്യൂ ഈസ് ദി ലൈൻ ജോയിനിങ് സെൻറ്റർ ടു ദി മിഡ് പോയിൻ്റ് ഓഫ് ദി കോഡ്. ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇറ്റ്. സോ എ പിക്ക് പെർപെൻഡിക്കുലർ ആണോ ക്യൂ, അതേസമയം ക്യൂ മിഡ് പോയിൻറ്റുമാണ്. അപ്പോൾ മിഡ് പോയിൻറ്റിലൂടെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് ഒ പി. സോ ഒ പി ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് OP is the perpendicular bisector of എന്തെന്ന് കിട്ടി? എ ബി. അതായത് ലൈൻ ജോയിനിങ് സെൻറ്റർ ടു ദി മിഡ് പോയിൻ്റ് ഓഫ് ദി കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. സോ OP ഈസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. അപ്പോൾ സെൻറ്ററും പുറത്തുള്ള ഈ പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈൻ ഈ പോയിൻ്റ് ഓഫ് ടാൻജൻസികൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടി എല്ലാവരും സ്വന്തമായിട്ട് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.